Example 6. Find the Fourier cosine transform capital F suffix c of e raised to negative ax. നേരത്തെ നമ്മൾ e raised to negative x ചെയ്തായിരുന്നു. അതിലെ a 1 ആകുന്ന കേസ് e raised to minus x പ്രോബ്ലം നേരത്തെ ചെയ്തായിരുന്നു. അതിന്റെ കുറച്ചുകൂടി ജനറൽ കേസ് ആണ്. ഇതിന്റെ സൈൻ ട്രാൻസ്ഫോമും കൊസൈൻ ട്രാൻസ്ഫോമും ഇമ്പോർട്ടന്റ് ആണ്. എ എന്നും കെ എന്നും ഒക്കെ വെച്ച് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യന്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് വിത്ത് ആ എക്ക് പകരം കെ ആണ്. സെയിം ക്വസ്റ്റ്യൻ, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് കൊസൈൻ ട്രാൻസ്ഫോം കാണാനാണ്, മറ്റു സൈൻ ട്രാൻസ്ഫോം കാണാനാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇ റൈസ് ടു മൈനസ് എക്സ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇ റൈസ് ടു മൈനസ് എ എക്സിന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ക്യാപിറ്റൽ എഫ് സഫിക്സ് സി of e raised to negative ax is equal to formula root of 2 by pi into integral 0 to infinity f of x into cos wx into dx equals root of 2 by pi into, ഇവിടെയും ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാനൊന്നുമില്ല, 0 to ഇൻഫിനിറ്റിയിലെ വാല്യൂ ആണ് തന്നേക്കുന്നത്. ഹോൾ റിയൽ ലൈനിലെ ഫംഗ്ഷൻ ആണ് തന്നേക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റിന് പ്രത്യേകിച്ച് എക്സിന്റെ വേരിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഹോൾ റിയൽ ലൈനിൽ അത് ഡിഫൈൻഡ് ആണ്. നമുക്ക് വേണ്ടുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ 0 to ഇൻഫിനിറ്റിയിലും ഫംഗ്ഷൻ അത് തന്നെയാണ്. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് എ എക്സ് ആണ്. ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് ഈക്വൽ ഫോർമുല ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സിന്റെ ഇന്റഗ്രേഷൻ ഫോർമുല ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതിൽ എക്ക് പകരം മൈനസ് എ യൂസ് ചെയ്യണം, ബിക്ക് പകരം ഡബ്ല്യു യൂസ് ചെയ്യണം. ബിക്ക് പകരം ഡബ്ല്യു ആണ്, എക്ക് പകരം മൈനസ് എ ആണ്. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് എ എക്സ് തന്നേക്കുന്നത്, ആ എക്സ്പൊണൻഷ്യൽ ടൈം അതുപോലെ എഴുതുക, ബൈ നെഗറ്റീവ് എയുടെ സ്ക്വയർ, അതേ സ്ക്വയർ തന്നെയാണ്, നെഗറ്റീവ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു നെഗറ്റീവ് എ കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ് ഫ്രം 0 to ഇൻഫിനിറ്റി ഈക്വൽ. ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്നാൽ അതിങ്ങ് പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് ആണ്. അത് എക്സിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, അതിൽ എക്സ് ഇല്ലല്ലോ, അതിങ്ങ് മാറ്റാം. അപ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു 1 ബൈ, ഡിനോമിനേറ്ററിൽ നിന്നാണ് 1 ബൈ എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ നീ മാറ്റി. ബാക്കി ഇനി ഇ റൈസ് ടു നെഗറ്റീവ് എ എക്സ് ഇൻറ്റു നെഗറ്റീവ് എ കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ദ ഹോൾ ഫ്രം 0 to ഇൻഫിനിറ്റി ഈക്വൽസ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു 1 by എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന എ പോസിറ്റീവ് സംഖ്യയായിട്ട് കണ്ടോണം, എ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് അസ്യൂം ചെയ്തോണം. അപ്പോൾ അത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്, ആയതുകൊണ്ട് ഈ ഹോൾ ക്വാണ്ടിറ്റി 0 ആയി പോകും. ദെൻ മൈനസ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0, ഇ റൈസ് ടു 0 എന്നുള്ളത് 1 എന്നാകും. 1 ഇൻറ്റു ബ്രാക്കറ്റിൽ നെഗറ്റീവ് എ കോസ് 0 എന്ന് വരും, കോസ് 0 1 ആണല്ലോ, സോ നെഗറ്റീവ് എ ഇൻറ്റു 1 എന്ന് വരും, പ്ലസ് സൈൻ 0 0 ആണ്, രണ്ടാമത്തെ ടേം 0 ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എ ഇൻറ്റു 1, നെഗറ്റീവ് എ എന്നാണ്, പുറത്ത് മൈനസ് 1 ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് എ ഇൻറ്റു നെഗറ്റീവ് 1 അത് എ എന്നാകും. അപ്പോൾ ഇത് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു 1 ബൈ എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു എ എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇതാണ് ഇ റൈസ് ടു നെഗറ്റീവ് എ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എക്സാമ്പിൾ 7 മുമ്പേ പറഞ്ഞ പോലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇ റൈസ് ടു മൈനസ് കെ എക്സ് എന്നാണ്, വേർ കെ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എ ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടില്ലെങ്കിലും അങ്ങനെ എടുത്തോണം. ആ എ ഗ്രേറ്റർ ദാൻ 0 ആണ്, എ പോസിറ്റീവ് നമ്പർ ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൈൻ ട്രാൻസ്ഫോം ആണ്, എഫ് എസ് സൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ഡിഡക്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെഡ്യൂസ് ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ. നമ്മൾ ഫോറിയർ ഇന്റഗ്രലിൽ പ്രൂവ് ചെയ്യുന്ന പോലെ ഫോറിയർ ട്രാൻസ്ഫോമിലും ചില ഇന്റഗ്രൽസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ഫോറിയർ ഇന്റഗ്രൽ വെച്ചും ചെയ്യാവുന്നതാണ്. അന്നേരം ഈ എമ്മിന് പകരം എക്സ് ഒക്കെ വെച്ചാണ് അവിടെ തരുന്നത്. ഈ എക്സിന് പകരം ഡബ്ല്യു ആണ് അവിടെ വരാറുള്ളത്. എക്സിന് പകരം ഡബ്ല്യുവും എമ്മിന് പകരം എക്സോ വരുന്നത്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് കെ എക്സ് എന്ന് വരും. ആ ഫംഗ്ഷനെ നമ്മൾ എഫ് എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മൊത്തം എഫ് എന്ന് വിളിച്ചുകൊണ്ട് ഫോറിയർ സൈൻ ഇന്റഗ്രൽ, ഇവിടെ സൈൻ ഡബ്ല്യു എക്സ് എന്ന് വന്നാൽ ഫോറിയർ സൈൻ ഇന്റഗ്രൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫോം വെച്ചിട്ടാണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടിട്ട് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കൊസൈൻ ട്രാൻസ്ഫോം ചെയ്ത പോലെ സൈൻ ട്രാൻസ്ഫോം കാണാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇട്ട് കൊടുക്കുക ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്ന ഫോമാണ് ആ കറസ്പോണ്ടിങ് ഫോർമുല ഉപയോഗിക്കുക. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ഈക്വൽ ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ്. സൈൻ ഫംഗ്ഷൻ ആണ് തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ തന്നെ മൈനസ് ഇടുക. മൈനസ് ഇവിടെ എ ആണ്, അപ്പോൾ അടുത്തത് ബി ആ വരുന്നത്. ബി സൈൻ ആണിത്, അപ്പോൾ അടുത്തത് കോസ് ആ വരുന്നത്. കോസ് ബി എക്സ്. ഇതാണ് ഫോർമുല. ഇതിൽ എക്ക് പകരം മൈനസ് കെ കൊടുക്കുക, ബിക്ക് പകരം ഡബ്ല്യു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അതിൻ്റെ വാല്യൂ ആണല്ലോ, റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇ റൈസ് ടു നെഗറ്റീവ് കെ എക്സ് ബൈ നെഗറ്റീവ് കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു നെഗറ്റീവ് കെ സൈൻ ഡബ്ല്യു എക്സ് മൈനസ് ഡബ്ല്യു കോസ് ഡബ്ല്യു എക്സ് the whole from 0 to infinity. ഡിനോമിനേറ്ററിൽ നിന്ന് കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈ പുറത്തെടുക്കാം. ഇപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു 1 ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ, അല്ലെങ്കിൽ തിരിച്ചെഴുതാം ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ബാക്കി ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു മൈനസ് കെ ഇൻറ്റു sin wx minus w into cos wx from 0 to infinity equals root of 2 by pi into 1 by w square plus k square into upper limit infinity കൊടുക്കുമ്പം e raised to minus infinity എന്ന് വന്നിട്ട് 0 ആയി പോകും. മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ e raised to 0 എന്നാകും. ദറ്റ് ഈസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇവിടെ മൈനസ് കെ ഇൻറ്റു സൈൻ 0 എന്നാണ്, സൈൻ 0 0 ആയി പോകും. മൈനസ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു കോസ് 0 എന്നാണ് വരുന്നത്, അത് ഡബ്ല്യു കോസ് 0 1 ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ മൈനസ് 1 ഇൻറ്റു മൈനസ് ഡബ്ല്യു, അപ്പോൾ ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡബ്ല്യു എന്നാണ് കിട്ടുന്നത്. സോ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു 1 ബൈ ഡബ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു ഈക്വൽസ്, ഫൈനൽ ആൻസർ ഇതാണ്, 2 ബൈ പൈ ഇൻറ്റു ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇ റൈസ് ടു നെഗറ്റീവ് കെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇനി ഇതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇൻവേർഷൻ ഫോർമുല യൂസ് ചെയ്യണം, തിരിച്ച് ഇൻവേർഷൻ ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് മറ്റൊരു നൊട്ടേഷൻ കൂടി ഉണ്ടല്ലോ. ഇതിന് നമ്മൾ സ്മോൾ എഫ് വെച്ച് എഴുതുമ്പോൾ സ്മോൾ എഫ് ക്യാപ്
സഫിക്സ് എസ് ഓഫ് ഡബ്ല്യു എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. യൂസിങ് ഇൻവേർഷൻ ഫോർമുല, തിരിച്ച് നമ്മൾ ഇൻവേർഷൻ ഫോർമുല എഴുതുമ്പം എഫ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുലയാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇതിനകത്തിൽ എഫ് ക്യാപ്പ് വരും, എഫ് ക്യാപ്പ് സി ഓഫ് ഡബ്ല്യു. സൈനിനും ഉണ്ട് കൊസൈനിനും ഉണ്ട് ഇൻവേർഷൻ ഫോർമുല. ഇവിടെ നമ്മൾ സൈൻ ട്രാൻസ്ഫോം ആണോ കൊസൈൻ ട്രാൻസ്ഫോം ആയിരുന്നു ക്വസ്റ്റ്യൻ സൈൻ ട്രാൻസ്ഫോം ആയിരുന്നു അല്ലേ? അപ്പൊ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ എഫ് എസ് എന്ന് എഴുതും. എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ ആയതുകൊണ്ട് സൈൻ എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു. ഇതിലേക്ക് ഈ എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ആണ് നമ്മൾ ഈ കണ്ടുവച്ചേക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. ആ ഇന്റഗ്രേഷൻ അകത്തുള്ള റൂട്ട് ഓഫ് 2/π പുറത്തേക്ക് എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 2/π ഇൻറ്റു റൂട്ട് ഓഫ് 2/π എന്ന് വരും. റൂട്ട് പോകും, 2/π എന്നാകും. 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു. അപ്പോൾ തിരിച്ച് ഇതിൽ നമുക്ക് ഇന്റഗ്രൽ എഴുതാം. ദെയർഫോർ ഡെഡ്യൂസ് ചെയ്യാനുള്ള ഇന്റഗ്രൽ ഇതാണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പ്രവേശം എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പം എഫ് ഓഫ് എക്സിനെ 2/π കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. π/2 എഫ് ഓഫ് എക്സ് എന്നാകും. എഫ് ഓഫ് എക്സ് എന്ന് തന്നേക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്, ഇ റൈസ് ടു മൈനസ് കെ എക്സ് ആണ്. അപ്പോൾ അതിവിടേക്ക് ഇട്ട് കൊടുക്കാം. ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ്. ഇതാണ് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. എക്സിന് പകരം എം എന്നൊക്കെയാണ് വന്നേക്കുന്നത്. റെഡ്യൂസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. റെഡ്യൂസ് ദാറ്റ് ഇന്റഗ്രൽ 0 to infinity x into sin mx by x square plus k square is into dx is equal to π/2 into e raised to minus k m എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന k x എന്നാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എക്സിന് പകരം m എന്ന് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസിങ് x by m. എക്സിനെ m എന്ന് റീപ്ലേസ് ചെയ്ത് വായിച്ചാൽ ഇന്റഗ്രൽ 0 to infinity w sin w divided by w square plus k square into dx is equal to π/2 e raised to minus k. ഇത് all x greater than 0 ട്രൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ m greater than 0 എന്ന് പറയും. x മാറ്റി വേറൊരു ലെറ്റർ യൂസ് ചെയ്ത് m, അത്രേ ഉള്ളൂ. ഇനി ഈ ഇന്റഗ്രേഷൻ അകത്ത് ഇന്റഗ്രേഷൻ dx അല്ല dw ആണ്. ഇനി ഈ ഇന്റഗ്രേഷന്റെ ഡമ്മി വേരിയബിൾ ആണ് ഡബ്ല്യുവിന് പകരം ഏത് ലെറ്റർ ഉപയോഗിക്കാം? നെക്സ്റ്റ് നമ്മൾ ഡബ്ല്യുവിന് പകരം എക്സ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ അങ്ങനെ ആവശ്യപ്പെട്ടേക്കുന്നുണ്ട്. അഗെയിൻ റീപ്ലേസിങ് ഡബ്ല്യു ബൈ എക്സ്. അപ്പോൾ ഈ ഇന്റഗ്രൽ ഇങ്ങനെ മാറ്റി വായിക്കാം. ഇന്റഗ്രൽ 0 to infinity എക്സ് ഇൻറ്റു സൈൻ എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിന് മാറ്റമൊന്നുമില്ല, ഡമ്മി വേരിയബിൾ മാറ്റിയതാണ്. അപ്പോൾ ഇന്റഗ്രലിന്റെ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ. ഇതായിരുന്നു ഡെഡ്യൂസ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ അത് കിട്ടിക്കഴിഞ്ഞു. അത് വേറെ ലെറ്ററുകളിലേക്ക് മാറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 to infinity
w sin xw divided by 1 plus w square dw is equal to pi by 2 into e raised to minus x. ഓൾറെഡി നമ്മൾ ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ആദ്യം ചെയ്തതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇ റൈസ് ടു മൈനസ് കെ എക്സ് വെച്ച് ചെയ്തു. ഇപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ കെക്ക് 1 വരുന്ന ക്വസ്റ്റൻ ആയത്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് w sin xw ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് w സ്ക്വയർ ഡി ഡബ്ല്യു എന്നതാണ്. അത് പൈ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇപ്പൊ നമ്മൾ ചെയ്തതാ. അപ്പൊ സെയിം ക്വസ്റ്റൻ ആണ് ഇത്. നമ്മൾ നേരത്തെ 4 ഇയർ ഇന്റഗ്രൽ വെച്ചും ചെയ്തിട്ടുണ്ട്. ഇവിടെ വെറുതെ ഷോ ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 4 ഇയർ ഇന്റഗ്രൽ വെച്ചും ചെയ്യാം, 4 ഇയർ ട്രാൻസ്ഫോം വെച്ചും ചെയ്യാം. 4 ഇയർ സൈൻ, ഇവിടെ ഇപ്പൊ സൈൻ എക്സ് ഡബ്ല്യു എന്നല്ലേ, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 4 ഇയർ സൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ 4 ഇയർ സൈൻ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇന്ന മെത്തേഡിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക. ഒന്നുകിൽ 4 ഇയർ സൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ 4 ഇയർ സൈൻ ട്രാൻസ്ഫോം ഉപയോഗിക്കുക. സെയിം പ്രോബ്ലം നമ്മൾ നേരത്തെ 4 ഇയർ സൈൻ ഇന്റഗ്രൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4 ഇയർ സൈൻ ട്രാൻസ്ഫോം വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഇത് ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഇതേലത്തെ 2-3 പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ അപ്പോൾ ഇതിനകത്തിൽ ഷോ ദാറ്റ് എന്നാ, ഇതിനകത്ത് ട്രാൻസ്ഫോം വെച്ച് ചെയ്യാനെന്നോ സൈൻ ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നോ ഒന്നും ഇതിൽ സൂചനയില്ല. പക്ഷേ സൈൻ എക്സ് ഡബ്ല്യു ഉള്ളത് കൊണ്ട് നമുക്ക് സൈൻ ട്രാൻസ്ഫോം വെച്ച് ചെയ്യാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ മൊത്തത്തിൽ എഫ് ഓഫ് എക്സ് അങ്ങ് എടുക്കുക. അത് ഇന്റഗ്രൽ വെച്ച് ചെയ്യാനായാലും ട്രാൻസ്ഫോം വെച്ച് ചെയ്യാനായാലും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എന്നിട്ട് ഇതിന്റെ 4 ഇയർ സൈൻ ട്രാൻസ്ഫോം എഴുതുക. എഫ് എസ് ക്യാപ് ഓഫ് ഡബ്ല്യു is equal to formula root of 2 by pi into integral 0 to infinity f of x into sin wx into dx equal root of 2 by pi into integral split ചെയ്യാനില്ല, 0 to infinity ലാണിത്. integral 0 to infinity fx ന് പകരം pi by 2 e raised to minus x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക into sin wx dx ഈക്വൽസ് ഈ പൈ ബൈ 2 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു പൈ ബൈ 2 എന്നതിനെ നമുക്ക് റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ബൈ 2 എന്ന് എഴുതാം. പുറത്തേക്ക് പൈ ബൈ 2 എടുത്തിട്ട് അതിനെ റൂട്ട് ഇൻറ്റു റൂട്ട് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ക്യാൻസൽ ആക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനെ ഒരെണ്ണം ക്യാൻസൽ ആയി പോയിക്കോളൂ ഇങ്ങനെ. ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ wx dx. ഇനി നമുക്കത് മുമ്പ് ഉപയോഗിച്ച പോലെ ഫോർമുല വെച്ച് ചെയ്യാം. ബാക്കി ഇവിടെ റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു ഫോർമുല ഉപയോഗിക്കുന്നു. ഫോർമുല വീണ്ടും എഴുതുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 സ്ക്വയർ പ്ലസ് w സ്ക്വയർ ഇൻറ്റു -1 സൈൻ wx. സൈൻ ആയതുകൊണ്ട് തന്നെ മൈനസ് w, b എന്നുള്ളത് w ആണ്, w cos wx ഫ്രം 0 to infinity ഈക്വൽസ് റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു ഈ ഡിനോമിനേറ്ററിൽ നിന്ന് 1 പ്ലസ് w സ്ക്വയർ പുറത്തേക്ക് എടുക്കാം, 1 ബൈ 1 പ്ലസ് w സ്ക്വയർ. ബാക്കി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു നെഗറ്റീവ് സൈൻ wx മൈനസ് w cos wx ഫ്രം 0 to infinity. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു 1 ബൈ 1 പ്ലസ് w സ്ക്വയർ ഇൻറ്റു എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആയി പോകുന്നു, മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു ഇവിടെ നെഗറ്റീവ് സൈൻ 0 എന്നാ അത് 0 മൈനസ് ഇവിടെ w cos 0 അത് w. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു മൈനസ് w എന്നാകും. റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു 1 ബൈ 1 പ്ലസ് w സ്ക്വയർ ഇൻറ്റു w ഈക്വൽസ് റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു w ബൈ 1 പ്ലസ് w സ്ക്വയർ. ഇതാണ് 4 ഇയർ സൈൻ ട്രാൻസ്ഫോം. എപ്പോഴും ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാൻ ഇൻവേർഷൻ ഉപയോഗിക്കണം. യൂസിങ് ഇൻവേർഷൻ ഫോർമുല. ഇവിടെ സൈൻ ട്രാൻസ്ഫോം ആയിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. അതിന്റെ ഇൻവേർഷൻ ഫോർമുല യൂസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ, തിരിഞ്ഞു പോകരുത്, റൂട്ട് ഓഫ് 2 ബൈ പൈ എന്നാണത്. 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് എസ് ക്യാപ് ഓഫ് w ഇൻറ്റു
എസ് എന്ന് എഴുതുമ്പോൾ തന്നെ സൈൻ ആണ്, സൈൻ എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു. ഇതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് ഈക്വൽ ടു root of 2 by pi integral 0 to infinity root of pi by 2 into w by 1 plus w square into sin x w dw. ഈ റൂട്ട് ഓഫ് പൈ ബൈ ടു ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് വന്ന് റൂട്ട് ഓഫ് 2 ബൈ പൈയുമായി ക്യാൻസൽ ആവും. ബാക്കി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w sin x w ഡിവൈഡഡ് ബൈ 1 പ്ലസ് w സ്ക്വയർ dw. ഇതാണ് എഫ് ഓഫ് എക്സ്. ഇപ്പം തിരിച്ച് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഓഫ് എക്സ് നമ്മളിവിടെ വിളിച്ചത്, ഇവിടെ എഫ് ഓഫ് എക്സിന് വിളിച്ചത് പൈ ബൈ ടു ഇ റൈസ് ടു മൈനസ് എക്സിനെ ആയിരുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് അത് എഴുതി കൊടുക്കാം, പൈ ബൈ ടു ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതായിരുന്നു പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്ന ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w sin x w ഡിവൈഡഡ് ബൈ 1 പ്ലസ് w സ്ക്വയർ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പൈ ബൈ ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നായിരുന്നു. ആ പൈ ബൈ ടു ഇ റൈസ് ടു മൈനസ് എക്സിനെ നമ്മൾ എഫ് എക്സ് എന്ന് വിളിച്ചിട്ട് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം സൈൻ എക്സ് ഡബ്ല്യു എന്നായതുകൊണ്ട് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഉപയോഗിച്ചു, എന്നിട്ട് ഇൻവേർഷൻ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പം അത്രയുമേ ഉള്ളൂ. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പം ശരിക്കും ഫോറിയർ ഇൻ്റഗ്രൽ പഠിക്കുന്നവർക്ക് ഫോറിയർ ട്രാൻസ്ഫോമും പഠിക്കാവുന്നേ ഉള്ളൂ. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ, ആ ഒരു റൂട്ട് ഓഫ് എന്ന് വരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എക്സാക്ട്ലി ഫോറിയർ ഇൻ്റഗ്രലിന് സിമിലർ ആണ് കാര്യങ്ങൾ.